സഹപാഠിയായ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഒരു സൗഹൃദ സന്ദർശനത്തിന് പോയപ്പോൾ സംഭാഷണത്തിനിടയിൽ എനിക്ക് നന്നായി അറിയാവുന്ന അല്പം മദ്യപാന ശീലമുള്ള ഒരു വ്യക്തി സുഹൃത്തിനെ കൈകാണിച്ച് വിളിച്ചിട്ട് 100 രൂപ കടം ചോദിക്കുകയായിരുന്നു. അവൻ ഒട്ടും മടികൂടാതെ തന്നെ അയാൾ ചോദിച്ചത് കൊടുത്തു. അയാൾ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ചോദ്യം ഇതായിരുന്നു: നീ കൊടുത്തത് തിരിച്ചു കിട്ടാൻ വല്ല സാധ്യതയുമുണ്ടോ? ഇല്ല എന്നത് തന്നെയാണ് മറുപടി. ഇയാൾ മാസത്തിൽ 1-2 പ്രാവശ്യം വരാറുണ്ട് എന്നും ഞാൻ കൊടുക്കാറുമുണ്ട് എന്നും അവൻ പറഞ്ഞു. ആളെ നന്നായി അവനും അറിയാം. മധ്യവയസ്കൻ. മദ്യപാനം അയാളുടെ ആരോഗ്യം ക്ഷയിപ്പിച്ചിട്ടുണ്ട്. ആ കൊടുത്ത പണം മദ്യത്തിനായിരിക്കാം, അല്ലായിരിക്കാം. അവൻ തുടർന്നു: എൻ്റെ മുന്നിൽ കൈനീട്ടുമ്പോൾ കയ്യിലുള്ളത് ഞാൻ കൊടുക്കും. തിരികെ കിട്ടിയില്ലെന്നറിയാം. എന്നാലും അവൻ്റെ മറുപടിക്ക് മുമ്പിൽ ഞാൻ വല്ലാതെ ചെറുതായി. എന്തെന്നാൽ ഇതേ അനുഭവം എനിക്കുമുണ്ടായിരുന്നു. അപ്പോൾ 3-4 പ്രാവശ്യം കൊടുത്തതായി ഞാൻ ഓർക്കുന്നു. തിരികെ ലഭിക്കാതെ ആയപ്പോൾ നോ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ആ ബന്ധം അവസാനിച്ചു. ഇവിടെ ഒരു വാക്കുകൊണ്ട് പോലും സ്നേഹബന്ധത്തിന് കോട്ടം വെട്ടാതിരിക്കാൻ ശ്രമിക്കുന്നവൻ. വചനം ഇങ്ങനെ പറയുന്നുണ്ട്: സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയില്ല, ഞാൻ അവനിൽ നിന്നും മറിഞ്ഞിരിക്കുകയുമില്ല. നമ്മിൽ നിന്നും പലതും ആവശ്യപ്പെടും എന്ന് ഭയന്ന് സ്നേഹിതരിൽ നിന്നും നാം അകന്നിട്ടുണ്ടോ? തിരിച്ചു പ്രതീക്ഷിക്കാതെ ദൈവസ്നേഹത്തെ പ്രതി നമുക്കും അവരെ സ്വീകരിക്കാം.